നമസ്കാരം, ഗുഡ്നസ് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്കെതിരായ അധിക്ഷേപത്തെ തുടർന്ന് ഫാദർ മാത്യൂസ് വാഴക്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച് ഓർത്തഡോക്സ് സഭ. നയതന്ത്ര സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് മാലദ്വീപ്. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ വിസാം അൽ തവീൻ കൊല്ലപ്പെട്ടു. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാരോപിച്ച് തെന്നിന്ത്യൻ താരം നയൻതാര അഭിനയിച്ച ചിത്രത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മുംബൈ പോലീസ്. വാർത്തകൾ വിശദമായി. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ LDF ഹർത്താൽ നടത്തി. ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ജില്ലയിൽ എത്തുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഹർത്താൽ സംഘടിപ്പിച്ചത്. ഗവർണർക്ക് നേരെ പ്രതിഷേധമുണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. 1960 ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജില്ലയിൽ LDF ഹർത്താൽ സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യം വ്യാപാരക്ഷേമ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണർ തൊടുപുഴയിലെത്തിയത്. ബില്ലിൽ ഒപ്പിടാത്തതിന് കാരണം സർക്കാരിന്റെ നിലപാടാണെന്ന് ഗവർണർ ഇന്നലെ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. ഭൂപതിവ് നിയമ ഭേദഗതിക്കെതിരായി തനിക്ക് ലഭിച്ച പരാതികൾ സർക്കാരിലേക്ക് അയക്കുകയും 3 തവണ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും സർക്കാർ മറുപടി തന്നില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. അതിനിടയിൽ തൊടുപുഴയിൽ SFI ഗവർണർക്കെതിരെ കറുത്ത ബാനർ ഉയർത്തി. സംഘി ഖാൻ, താങ്കൾക്കിവിടെ സ്വാഗതമില്ല എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ബാനറാണ് SFI സ്ഥാപിച്ചത്. ജില്ലാ കമ്മിറ്റിയുടെ പേരിലായിരുന്നു ബാനർ. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി. കേസിൽ 11 പ്രതികളെയും വെറുതെ വിട്ട ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കിക്കൊണ്ടായിരുന്നു പ്രതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ജസ്റ്റിസ് BV നാഗരത്നയുടെയാണ് വിധി പ്രസ്താവന. സമീപകാലത്ത് ഏറ്റവും ദൈർഘ്യമേറിയ വിധി പ്രസ്താവനയാണ് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് BV നാഗരത്ന നടത്തിയത്. കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് 55 മിനിറ്റ് നീണ്ടുനിന്ന വിശദമായ വിധി പ്രസ്താവനയാണ് നടത്തിയത്. കേസിൽ നൽകിയ ഹർജിയുടെ നിലനിൽപ്പ് മുതൽ പ്രതികളുടെ ശിക്ഷ ഇളവ് റദ്ദു ചെയ്ത സാഹചര്യത്തിൽ ഇവരെ എന്തു ചെയ്യണം എന്നുൾപ്പെടെയുള്ള 7 വിഷയങ്ങൾ വിധിയിൽ പരാമർശിക്കുന്നുണ്ട്. കുറ്റവാളികൾക്ക് ശിക്ഷ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവും എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മഹാരാഷ്ട്രയിൽ വിചാരണ നടന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാരാണ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇത്തരം തീരുമാനം എടുത്തതെന്നാണ് ഗുജറാത്ത് സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മറച്ചുവെച്ച് പ്രതികളിൽ ഒരാൾ സുപ്രീം കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് നേടിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ തുടർ നടപടികൾ സ്വീകരിച്ചതെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഗുജറാത്ത് സർക്കാർ ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയതെന്നും ആ ഉത്തരവ് തങ്ങൾ റദ്ദാക്കുകയാണ് ചെയ്തതെന്നും ജസ്റ്റിസ് നാഗരത്ന വിധി പ്രസ്താവനയിൽ പറയുന്നു. തങ്ങൾക്ക് അധികാരമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഗുജറാത്ത് സർക്കാർ ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് തികച്ചും തെറ്റായ ഒരു നടപടിയെന്ന് കോടതി വ്യക്തമാക്കി. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്കെതിരായ അധിക്ഷേപത്തെ തുടർന്ന് ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിനെതിരായ നടപടിയുമായി ഓർത്തഡോക്സ് സഭ. മാത്യൂസ് വാഴക്കുന്നത്തിനെ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയതായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ കത്തോലിക്ക ബാവ അറിയിച്ചു. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലിത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദിയോമൂസിനെ അധിക്ഷേപിക്കുകയും സോഷ്യൽ മീഡിയ വഴി വെല്ലുവിളിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. ഒരു പുരോഹിതനും അധ്യാപകനും എന്ന നിലയിൽ തികച്ചും മാതൃകാപരമായി പെരുമാറേണ്ട ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള അപലപനീയവും ധിക്കാരപരവുമായ പെരുമാറ്റം അത്യന്തം ഖേദകരമാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. ഒരു സഹോദര വൈദികനെതിരെ പരാതി ഉന്നയിക്കുവാൻ സഭാപരമോ നിയമപരമോ ആയ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ ചാനൽ ചർച്ചയിൽ പരസ്യമായി കുറ്റാരോപണം നടത്തിയത് ഒരു അച്ചടക്കമുള്ള വൈദികന് ചേർന്നതല്ലെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കി. സഭാമക്കളെ നേർവഴി നടത്തേണ്ട ഒരു പുരോഹിതന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈ ഹീനമായ പ്രവർത്തനം സഭാംഗങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹം പോലും ഏറെ അത്ഭുതത്തോടെയാണ് ശ്രവിച്ചത്. ഇക്കാരണത്താൽ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്ന സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ
സഭയുടെ പൗരോഹിത്യത്തിനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നതായും പരിശുദ്ധ ബാവ പറഞ്ഞു. നിലയ്ക്കൽ ഭദ്രസനത്തിൽ അടുത്തിടെയുണ്ടായ പരാതികൾ പരിശോധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനകദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റോം മെത്രോപൊലിത്ത, ഫാദർ VM എബ്രാഹാം വാഴയ്ക്കൽ, ഡോക്ടർ KK തോമസ് എന്നിവരെ പരിശുദ്ധ ബാവ നിയമിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആക്രമണ കേസിലാണ് കണ്ടോൺമെന്റ് പോലീസിന്റെ അറസ്റ്റ്. പത്തനംതിട്ട അടൂരിലെ വീട്ടിലെത്തിയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. നവകേരള സദസ്സിനു നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും CPM-ഉം കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ 20-ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് 1-ാം പ്രതി. കേസിൽ MLA-മാരായ ഷാഫി പറമ്പിൽ, M വിൻസെന്റ് എന്നിവർ 2ഉം 3ഉം പ്രതികളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 4-ാം പ്രതിയാണ്. പോലീസ് അനുമതിയില്ലാതെ ജാഥ നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നുമാണ് കേസ്. സംഘം ചേർന്ന ആക്രമണം, പൊതുമുതൽ നശിപ്പിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കൽ തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾക്ക് പുറമെ പോലീസ് ആക്ടിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ വിസാം അൽ തവീൻ കൊല്ലപ്പെട്ടു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയുടെ ഉപമേധാവിയാണ് കമാൻഡർ വിസാം അൽ തവീൻ. അതേസമയം യുദ്ധം പടരുന്നത് തടയാനുള്ള നയതന്ത്രവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ സൗദി UAE നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒക്ടോബർ 7-ന് ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ ഹിസ്ബുല്ലയുമായി സംഘർഷം കനത്തത്. കഴിഞ്ഞയാഴ്ച ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരി കൊല്ലപ്പെട്ടിരുന്നു. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം സുരക്ഷാ പ്രശ്നം മൂലം വടക്കൻ ഗാസയിലേക്കുള്ള വൈദ്യസഹായം എത്തിക്കുന്നതിനായുള്ള ദൗത്യം റദ്ദാക്കിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. കനത്ത ബോംബാക്രമണം മൂലം കഴിഞ്ഞ 20 ദിവസത്തിനിടെ ഇത് 4-ാം വട്ടമാണ് WHO മരുന്നുകൾ എത്തിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നത്. വടക്കൻ ഗാസയിൽ ഹമാസിന് മേൽ വിജയം നേടിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുമ്പോഴും ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ കനത്ത വെടിവയ്പ് തുടരുകയാണ്. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് 22,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചു. ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചോടെയാണ് ഹർജി നൽകിയത്. നിഷ്പക്ഷ സമിതി കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ആവശ്യം. മതപരിവർത്തനത്തിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ വൈദികർ ക്രൂശിക്കപ്പെടുമ്പോഴാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. വിരമിച്ച ജഡ്ജിമാരെ ഉൾപ്പെടുത്തിയ സമിതിയെ നിയോഗിച്ച് അക്രമം തിട്ടപ്പെടുത്തണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പാണ് ഹർജി നൽകിയത്. വ്യാപകമായി ആക്രമണം നേരിടുമ്പോഴും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ ക്രൈസ്തവ പുരോഹിതരെ അറസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തും നേരിട്ട ആക്രമണങ്ങൾ, FIR, എടുത്ത നടപടികൾ എന്നിവ വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. മലയാളിയായ വൈദികൻ അനിൽ മാത്യുവിനെ മതപരിവർത്തന കുറ്റം ചുമത്തി കഴിഞ്ഞ ആഴ്ച ഭോപ്പാലിൽ ജയിലിൽ അടച്ചിരുന്നു. ശിശു സംരക്ഷണ കേന്ദ്രത്തിന് അംഗീകാരം പുതുക്കി നൽകാൻ വൈകിപ്പിക്കുകയും പിന്നീട് അംഗീകാരം ഇല്ലാത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. നയതന്ത്ര സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് മാലദ്വീപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മന്ത്രിമാർ പറഞ്ഞത് ഔദ്യോഗിക നിലപാടല്ലെന്ന് മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ വിവാദ പ്രസ്താവനകളിൽ മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂറിസം ഇൻഡസ്ട്രിയും അപലപിക്കുകയും ചെയ്തു. അതിനിടെ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും മാലദ്വീപ് നീക്കം നടത്തുന്നുണ്ട്. ചൈനയുമായുള്ള ബന്ധം വിലമതിക്കാനാകാത്തതാണെന്നാണ് ഇന്നലെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു ബെയ്ജിംഗിൽ പറഞ്ഞത്. ഇന്ത്യയുമായുള്ള ബന്ധം കുറയ്ക്കാൻ മാലദ്വീപ് പ്രസിഡന്റിനുമേൽ സമ്മർദ്ദം ശക്തമാകുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സൈനിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ചൈനയ്ക്ക് മാലദ്വീപിന്റെ സഹായം കൂടിയേ തീരൂ. എന്നാൽ ആരോപണങ്ങൾ ചൈന നിഷേധിച്ചിട്ടുണ്ട്.
ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ഒഴിവാക്കണമെന്നും ഒരു ഘട്ടത്തിലും മാലിദ്വീപിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ചൈനയുടെ ഭാഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് സഹമന്ത്രിമാർ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെ രാജ്യത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയും വാഹനം പിടിച്ചെടുക്കലും കാരണം സർവീസ് നടത്താനാവുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റോബിൻ ബസ് ഉടമ കെ കിഷോർ നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഗതാഗത വകുപ്പ് സെക്രട്ടറിയോട് സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചു. ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹർജി ജനുവരി 22-ന് വീണ്ടും പരിഗണിക്കും. സർവീസ് നടത്താൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ചാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന റോബിൻ ബസിന് മോട്ടോർ വാഹന വകുപ്പ് പലതവണ പിഴ ചുമത്തിയിരുന്നു. പിഴ അടയ്ക്കാത്തതിനെ തുടർന്ന് ബസ് പിടിച്ചെടുത്തിരുന്നു. കോൺട്രാക്ട് കാരേജ് ലൈസൻസുള്ള റോബിൻ ബസ് സ്റ്റേജ് കാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടിയെടുത്തത്. അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ റൂൾസ് പ്രകാരം ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കോൺട്രാക്ട് കാരേജിനുള്ള പെർമിറ്റാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ദേശസാത്കൃത റൂട്ടുകളിൽ ഉൾപ്പെടെ സർവീസ് നടത്താനും യാത്രക്കാരെ കയറ്റിയിറക്കാനും ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനങ്ങൾക്ക് അനുമതി നൽകുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ ചട്ടം 2023 ചില വ്യവസ്ഥകൾ മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി KSRTC നൽകിയ ഹർജിയിലാണ് കേന്ദ്ര റോഡ് ഗതാഗത അണ്ടർ സെക്രട്ടറി സുശീൽ കുമാർ ജീവ എതിർ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചത്. മോട്ടോർ വാഹന നിയമപ്രകാരം ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർമിറ്റ് നൽകാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് വെഹിക്കിൾ റൂൾസ് രൂപവൽക്കരിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു. ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് തെന്നിന്ത്യൻ താരം നയൻതാര അഭിനയിച്ച ചിത്രത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് മുംബൈ പോലീസ്. നയൻതാര നായികയായി എത്തിയ അന്നപൂർണി എന്ന ചിത്രത്തിനെതിരെയാണ് ആരോപണം. ചിത്രം ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് മുംബൈ നിവാസിയായ രമേശ് സോളങ്കിയാണ് പരാതി നൽകിയത്. സംഭവത്തിൽ മുംബൈ LT മാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഫയൽ ചെയ്തു. മതവികാരം വ്രണപ്പെടുത്തിയെന്നും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നെന്നും ആരോപിച്ചുള്ള പരാതിയിൽ നയൻതാരയുടെ പുതിയ ചിത്രമായ അന്നപൂർണയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിൽ ശ്രീരാമൻ മാംസാഹാരം കഴിക്കുന്നയാളാണെന്ന പരാമർശമുണ്ടെന്നും രമേശ് സോളങ്കി പരാതിയിൽ ആരോപിച്ചു. നവഘാതനായ നീലേഷ് കൃഷ്ണയാണ് ചിത്രത്തിൽ സംവിധായകൻ. നയൻതാര, നായകൻ ജയ്, നീലേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ജതിൻ സെത്തി, R രവീന്ദ്രൻ, പുനീത് ഗോയങ്ക, സി സ്റ്റുഡിയോയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ഷാരിഖ് പട്ടേൽ, നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയുടെ മേധാവി മോണിക്ക ഷെർഗിൽ എന്നിവർക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ ഡിസംബർ 1-നാണ് അന്നപൂർണി എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത്. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു. 78 വയസ്സിലായിരുന്നു അന്ത്യം. ഞായറാഴ്ച രാത്രി ഉറക്കത്തിനിടെയായിരുന്നു ബെക്കൻബോവറിന്റെ അന്ത്യമെന്ന് കുടുംബം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ ഏറ്റവും ഭാവന സമ്പന്നമായ ഓൾറൗണ്ട് ഫുട്ബോളറും അറ്റാക്കിംഗ് സ്വീപ്പർ പൊസിഷന്റെ ഉപജ്ഞാതാവുമായാണ് ആരാധകർ കൈസർ എന്ന് വിളിക്കുന്ന ബെക്കൻബോവർ. പശ്ചിമ ജർമ്മനിക്കായി 104 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ അവരെ 1974 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. 16 വർഷത്തിനു ശേഷം 1990 ജർമ്മനിയെ പരിശീലകനായും കിരീടത്തിലെത്തിച്ചു. 1970-കളുടെ മധ്യത്തിൽ ജർമ്മൻ ക്ലബ്ബ് ബയോൺ മ്യൂണിക്കിനൊപ്പം യൂറോപ്യൻ കപ്പ്, ഹാട്രിക് ഉൾപ്പെടെ നിരവധി ബഹുമതികളും അദ്ദേഹം നേടി. ഡർ കൈസർ എന്നറിയപ്പെടുന്ന ബെക്കൻബോവറാണ് ആധുനിക ഫുട്ബോളിന്റെ സ്വീപ്പർ എന്ന പൊസിഷൻ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ലോകകപ്പും യുവേഫ ചാമ്പ്യൻസ് ലീഗും ബാലൻസ് ദിയോറും നേടിയ ലോകത്തെ ചുരുക്കം താരങ്ങളിൽ ഒരാളാണ്. 2 തവണ യൂറോപ്യൻ ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിക്കായി 3 ലോകകപ്പുകളിലും 2 യൂറോ കപ്പിലും കളിച്ചു. ലോകകപ്പും യൂറോ കപ്പും നേടുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെ. ജർമ്മൻ ക്ലബ്ബ് ബയോൺ മ്യൂണിക്കിനൊപ്പം നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കിയ താരം കൂടിയാണ് അദ്ദേഹം. 1974, 1975, 1976 വർഷങ്ങളിൽ ബയോണിനൊപ്പം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗും കിരീടത്തിൽ മുത്തിട്ടു. പിന്നീട് ബയോണിന്റെ പരിശീലകനായും പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. ഇതോടുകൂടി ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.